നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ബോഡി ഷേവിങ്ങിന് വിധേയരായിട്ടുണ്ട്. അത് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ബോഡി ഷേവിങ് നടത്തുന്നത്. അതിലൊന്ന് എന്തെങ്കിലും നമ്മളെക്കുറിച്ച് കൺസേൺ ഉള്ള ആൾക്കാർ, അതിനകത്ത് നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉള്ളവരായിരിക്കും. മൂന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയിൽ അസൂയുള്ളവരാണ്. ഈ 3 കൂട്ടർ കാണിക്കുന്നതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ബോഡി ഷേമിങ്ങിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഗുരുതരമായിട്ട് തന്നെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് ഉറക്കമില്ലായ്മയുണ്ട്, ആൻസൈറ്റി ഉണ്ട്, ഓവർ ഈറ്റിംഗ് ഉണ്ട്, ഡിപ്രഷനുണ്ട്, നമ്മൾ സമൂഹത്തിൽ നിന്ന് ഉൾവലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡിപ്രഷനൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സൂയിസൈഡിലോട്ട് വരെ ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ മറ്റുള്ളവരെ ബോഡി ഷേമിങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം തമാശയ്ക്ക് ചെയ്യുന്നതായിരിക്കും, പക്ഷേ അടുത്ത പ്രാവശ്യം ചെയ്യാനായിട്ട് നാക്ക് വളയ്ക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം. ചിലപ്പോൾ ഒരാളുടെ ബോഡി വളരെ തടിച്ചതായിരിക്കും, അല്ലെങ്കിൽ വളരെ മെലിഞ്ഞതായിരിക്കും. അതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പം പാരമ്പര്യമായിരിക്കാം, ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, ചിലപ്പോൾ ഹോർമോൺ ഇംബാലൻസ്, അങ്ങനെ തുടങ്ങിയ പല പ്രോബ്ലങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയും സ്ഥായിയല്ല. നാളെ നമുക്ക് ചിലപ്പോൾ ഈ അസുഖങ്ങളൊക്കെ വന്ന് നമ്മൾ ചിലപ്പം വളരെ വണ്ണം വെക്കാം, അല്ലെങ്കിൽ വളരെ മെലിഞ്ഞു പോകാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കും വന്നു ചേരാം. ബോഡി ഷേമിങ്ങിന് നമ്മൾ ചെയ്യുമ്പോഴത്തേന് നമ്മൾ ശരിക്കും അറിഞ്ഞുകൊണ്ടല്ല പറയുന്നത്. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു കൊച്ചു കുഞ്ഞ് അതിന് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമ്പോൾ നമ്മൾ പറയുകയാണ് ഇതെന്തൊരു കോലാണ്, ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചിരിക്കുന്നത്, ഇത് ഊരിക്കളയെന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ ഉള്ളിൽ അപകർഷാബോധത്തിൻ്റെ ഒരു സീഡ് ഇട്ട് കൊടുക്കുകയാണ്. അത് പിന്നെ വേറെ അവസരങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മളൊന്നും ചെയ്യേണ്ട, അത് തന്നെ അത് വളർത്തും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ബോഡി ഷേമിന് വിധേയമായ ഒരു വ്യക്തിയായിട്ട് മാറും. ചിലർക്ക് ബോഡി ഷേമിങ് ഒട്ടും പെയിൻഫുൾ അല്ലായിരിക്കും, വേറെ ചിലർക്ക് അങ്ങനെയല്ല, അത് അവരുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് പെയിൻ തോന്നിക്കും. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും അങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകൾ നമ്മുടെ ഉള്ളിലോട്ട് അബ്സോർവ് ചെയ്യരുത്. ഇപ്പോൾ ഒരു കുടം കമത്തി വെച്ചിട്ട് അതിൻ്റെ പൊക്കത്തിൽ വെള്ളം ഒഴിക്കുവാന്ന് വെച്ചോ, അത് ആ വെള്ളം ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് പോകുന്ന പോലെ തന്നെ അങ്ങനെ ആ മെൻറ്റാലിറ്റിയിൽ എടുക്കാവുള്ളൂ. ബോഡി ഷേമിങ് പറയുന്ന ആൾക്കാരോട് നമുക്ക് പുറത്ത് പോകാം, നമ്മുടെ അടുത്ത ആൾക്കാരൊക്കെ ആയിരിക്കും, അവരോട് ഞങ്ങളുടെ വീട്ടിൽ വരണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ വാക്കുകൾ അവർ പറയുമ്പോൾ ആ വാക്കുകളോട് നമ്മൾ പറയണം കടക്ക് പുറത്ത്. പിന്നെ വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. നമ്മളുടെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം പറയുന്നത്. എനിക്കൊരു ഫ്രണ്ടുണ്ട്, അവൾ യൂറോപ്യൻ കൺട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ അവധിക്ക് നാട്ടിൽ വരുമ്പോഴത്തേനും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയും, നന്നായിട്ട് തന്നെ മെലിഞ്ഞൊരു വ്യക്തിയാണ്. അന്നേരത്തെ നാട്ടുകാരും വീട്ടുകാരെല്ലാം പറയും എന്തോ അസുഖമാണ്, ആശുപത്രി പോ, നല്ലതായിട്ട് ഭക്ഷണം കഴിച്ച്, അങ്ങനെയൊക്കെ പറയും. ഈ സെയിം വ്യക്തി തന്നെ തിരിച്ച് ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയും നീ എന്ത് സ്ലിമ്മാണ്, എന്ത് നല്ല ബ്യൂട്ടിയാണ്, നീ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്, എന്ത് ടിപ്പാണ് നിൻ്റെ ബോഡി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ പറയുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുടെ കണ്ണിൽ അവർക്ക് രോഗമാണ്, അടുത്ത ഗ്രൂപ്പ് ആൾക്കാരുടെ കണ്ണിൽ അവർ ഹെൽത്തിയാണ്, ബ്യൂട്ടിയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരെയും അംഗീകരിക്കുക, എല്ലാവരെയും ഈക്വലായിട്ട് കാണുക, ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.